ഇലക്ഷന് കഴിഞ്ഞ് വരികയാണ്. ആര് ജയിക്കുന്നതാണ് തോന്നുന്നത് കേരളത്തിൽ? പോളാവിടുന്നു ആ ഏതുമാതിരി വെച്ചാൽ പെൻഷനാണ്. പബ്ജി നിങ്ങളിത് ആരോടെ കളിക്കാൻ? കുടുംബശ്രീ സ്ക്വാഡ്. ഹൈഫൈ എന്താ ബജി? ഹൈഫൈ ഒന്നുകൂടി. എന്റെ പേരെന്താ? നിങ്ങളനിയത്തിയ? എടാ, എനിക്ക് ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളോട് പ്രേമം. ഇനി ഞാൻ കല്യാണം കഴിച്ച് വേറൊരു പെണ്ണിനെ കണ്ട് അതിനോട് പ്രേമം തോന്നിയ നഷ്ടബോധം അടിക്കില്ലേ? നഷ്ടബോധം അടിച്ചില്ലേലും അവരുടെ വീട്ടുകാർ തന്നെ ആ ബോധം എനിക്കുണ്ട്. സാറിനൊന്നുമില്ലേ? ഞാൻ ഈ പ്രാരാബ്ദമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് മതി കല്യാണം എന്ന് വെച്ചിട്ടാ. വെറുതെ എന്തിനാ ഒരു പെണ്ണിന്റെ ജീവിതം തലയ്ക്കുന്നല്ലേ? അപ്പൊ ആ കല്യാണം നമ്മൾ കൂടാൻ പോകണില്ല. ആ കുട്ടി സേഫാ. അതിരിക്കട്ടെ, നീയൊന്നും നോക്കുന്നില്ലേ? ഞാൻ എന്ത് പറയാനാ? നീ മറ്റേതാണോ? അതല്ല, പെണ്ണ് കിട്ടുന്നില്ലെന്ന്. അച്ഛന്റെ പേരറിയാല്ല. ഞാനും സ്ത്രീധനം മേടിക്കില്ല. നിന്റെ അച്ഛന്റെ പേരെന്തിനാണ് അറിയാത്തോണ്ടോ? പോത്തിന്റെ കാര്യം പറയട്ടാ. അച്ഛൻ എന്ത് ചെയ്യുന്നു? MR കോഡ് വിദ്യാഭ്യാസം ഇല്ലാത്തവന്മാർ. നമ്മുടെ ടീമിനൊരു കുഴപ്പമുണ്ട്. നട്ടല്ലില്ലാത്തവന്മാരാണ് എല്ലാം. വന്നേ, മിമിക്രിയൊക്കെ പിന്നെ ഒറിജിനലായിട്ട് അയക്കി. ഗുഡ് മോർണിംഗ്. വൈകിട്ട് വന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന്. ഇനി ജീവിതത്തിൽ ഞാൻ ചായ കുടിക്കുന്ന കാണില്ല. അതെ. പിന്നെ നീ എവിടെ ഉള്ളതാണ്? ഇവിടെ അടുത്ത് അടുത്തെവിടെ? അടുത്ത് 30 കിലോമീറ്റർ അപ്പുറം. നല്ല പയ്യൻ, അള്ളൂടി സിഗരറ്റ് വലി. പിന്നെ ഈ ഇടയ്ക്ക് സാധനം നീ കൊണ്ടുവന്നല്ലോ, എന്തിനായിരുന്നു? അതൊന്നും ഉപയോഗിക്കില്ല. എനിക്ക് അറേഞ്ചിനോടാ താല്പര്യം. അതെന്താ? എടാ, അങ്ങനെയെങ്കിലും എനിക്കൊരു പെണ്ണ് കിട്ടട്ടെ. ഞാൻ പറഞ്ഞ 2.5 കിലോ തൊണ്ടുണ്ട്. തായ്ലൻഡ് വല്ല വരുന്നത് തൊണ്ടെങ്കിലും പൊരിച്ചിട്ടുണ്ടായിരുന്നു. ശുദ്ധാസ്യം മൈൻഡ് അടിക്കണ്ട. ഞാൻ ചോദിക്കാണ്, കേരളത്തിലെ ദേശീയ ഫലം ഏതാണ്? ചേന. നീ ആ ചെറുക്കിന് തമ്മിലുള്ള പ്രശ്നം തോന്നുന്നു. അവ എന്നെ നോക്കി ചിരിച്ചില്ല. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാൻ പറ്റുന്ന നീ എന്തിനു പറയാൻ വരുന്നത്? പാമ്പ് പറന്നു പോണു. വാപ്പ വിടുന്നില്ല കേട്ടോ. ശരി, ബൈ, നിങ്ങൾ വിട്ടു.